നാശം, ഈ പൈപ്പ് ഇതുവരെ റെഡിയായില്ലല്ലോ. എത്ര ദിവസം എന്ന് വെച്ചിട്ടാ പുറത്തു നിന്ന് വെള്ളം കോരി വന്നിട്ട് കഴുകുക. പണിയെടുത്തെടുത്തെടുത്തെടുത്തെടുത്ത് മനുഷ്യന്റെ ഓപ്രാസിറ്റി ഇളകി. ആ കമലേ, ഞാൻ ഓഫീസിൽ പോകാൻ റെഡി ആയിട്ടോ. കഴിക്കാൻ വല്ലതും ഉണ്ടോ ഇവിടെ? ഉണ്ട. കോട്ടും സൂട്ടും ഇട്ട് എപ്പോഴും കെട്ടിയൊരുങ്ങി പോയാൽ മതിയല്ലോ നിങ്ങൾക്ക്. മനുഷ്യ, എത്ര ദിവസമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പൈപ്പ് ഒന്ന് ശരിയാക്കി തരാൻ. 3 നേരം വെച്ച് വിളമ്പണമെങ്കിലേ അതിന് വെള്ളം വേണം. അത് നിങ്ങൾക്കറിയില്ലേ? അറിയാം. ഓഹോ, അറിയാമല്ലേ? എന്നിട്ടാണല്ലേ പൈപ്പ് റെഡിയാക്കി തരാത്തത്? ഓ എന്റെ കമലേ, ഒരു വൈക്കോട്ട് ഇറങ്ങുമ്പോൾ നിന്റെ ഈ പരാതിയും കൊണ്ട് വരില്ലേ നീ? ഹാ, എന്നാ ഒരു കാര്യം ചെയ്യാം. 3 നേരം ഭക്ഷണം നമുക്ക് പുറത്തു നിന്ന് വാങ്ങി കഴിക്കാം. എനിക്കെങ്ങും വയ്യ കോരി കൊണ്ടുവന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ. ഇപ്പം വരും ഓരോരുത്തരായിട്ട് ഇന്നെന്താ ഫുഡ് എന്ന് ചോദിച്ചിട്ട്. നിങ്ങൾക്കിതൊന്നും അറിയണ്ടല്ലോ. മനുഷ്യ, ഞാൻ മര്യാദയ്ക്ക് പറയാ, വൈകുന്നേരം ഒരു പ്ലംബറെ കൂട്ടി വന്നിട്ട് ഈ പൈപ്പ് ശരിയാക്കി തന്നോ, അല്ലെങ്കിൽ ഞാൻ ഈ അടുക്കള പൂട്ടി സമരം ചെയ്യും. അതുമല്ലെങ്കിൽ ഞാൻ കെട്ടും വട്ടിയും എടുത്ത് എൻ്റെ വീട്ടിലേക്ക് പോകും. അതാ നിനക്ക് നല്ലത്. എന്തോന്നേ? അയ്യോ, ഒന്നും പറഞ്ഞില്ലേ, ഞാൻ പോവുകയാണെന്നാ പറഞ്ഞത്. ആഹാ, അപ്പൊ നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടേ? ഹോ, വേണ്ട വേണ്ട, വയറ് നിറഞ്ഞു. ഇതിലും വേദം ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാ. അപ്പൊ നിങ്ങൾ ഈ പൈപ്പ് ശരിയാക്കി തരുന്നില്ലേ? എന്റെ പൊന്നു കമലേ, ഞാൻ ആ പ്ലംബറോടൊന്ന് വരാൻ പറയാം. അവൻ വന്നിട്ട് വൈകുന്നേരം ശരിയാക്കി തന്നോളാം. അതുവരെ നീ ഒന്ന് സമാധാനമായിരിക്കേ. ഇന്നൊരു ദിവസം കൂടെ നീ എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്. ഇന്നൊരു ദിവസം കൂടെ മാത്രം ഞാൻ ക്ഷമിക്കും. അതുമല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും. മടുത്തു എനിക്ക്. എന്റെ പൊന്നോ, ചെയ്യാമേ. എനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് പുറത്തു നിന്ന് നല്ല ഭക്ഷണം കഴിക്കാമല്ലോ. എന്നോട് വഴക്കിട്ട് പോയെന്ന പേരിൽ നിങ്ങൾക്ക് ആ തട്ടുകടയിൽ കയറി നല്ലോണം കഴിക്കാമല്ലോ. എൻ്റെ വിധി, അല്ലാണ്ട് എന്ത് പറയാനാ? ഈ വീട്ടുജോലികളൊക്കെ ചെയ്ത് ഇവിടെ ഇരിക്കാനാവും എനിക്ക് വിധിച്ചത്. ഞാനും നല്ല മാർക്കോടൊക്കെ തന്നെയാണ് പാസ്സായത്. അക്കൗണ്ടിങ്ങും കഴിഞ്ഞതാണ്. പക്ഷെ പറഞ്ഞിട്ടെന്താ, എന്നെ ജോലിക്ക് വിട്ടില്ലല്ലോ. ഇപ്പം ഇവിടെ നിന്നും ഈ പാത്രവും കഴുകി ജീവിക്കേണ്ട അവസ്ഥയാണ്. അല്ലെങ്കിൽ ഞാനും ആ സുമയെ പോലെ ഓഫീസിലൊക്കെ പോകേണ്ടതായിരുന്നു. മമ്മി എന്താ രാവിലെ തന്നെ ബെളവിറക്കണത്? ഒന്നും പറയണ്ട മോളെ, ഞാൻ എന്റെ അവസ്ഥയെ പറ്റി ഓർക്കുകയായിരുന്നു. മമ്മിയുടെ അവസ്ഥയോ? മമ്മിക്ക് എന്താ അവസ്ഥ? മമ്മിക്ക് ഇവിടെ സുഖമല്ലേ? പിന്നെ സുഖം കൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താ മമ്മിയുടെ പ്രശ്നം? പറ, ഞാനൊന്ന് കേൾക്കട്ടെ. ഒന്നുമില്ല പൊന്നോ, ഈ വീട്ടുജോലി തന്നെയാണ് എൻ്റെ പ്രശ്നം. ഇപ്പം വിചാരിക്കുക എന്തെങ്കിലും ജോലിക്ക് പോയാൽ മതിയായിരുന്നു എന്ന്. അത് ഞാൻ മമ്മിയോട് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. എന്റെ കൂട്ടുകാരികളുടെ അമ്മമാരുണ്ടല്ലോ, അവരൊക്കെ എന്താണ് ജോലികളാണ് ചെയ്യുന്നത്. ഒരാൾ അക്കൗണ്ടന്റ് ആണ്, ഒരാൾ ടീച്ചറാണ്, ഒരാൾ ഓഫീസിൽ വർക്ക് ചെയ്യാണ്. എന്നോടും എല്ലാവരും ചോദിക്കും നിന്റെ മമ്മിക്ക് എന്താ ജോലിയെന്ന്. അപ്പൊ സത്യം പറയാൻ എനിക്ക് ക്ഷേമ കേടാണ് മമ്മിക്ക് ഒരു ജോലിയും ഇല്ല എന്ന് പറയാൻ. മമ്മിക്കും എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ? വെറുതെ ഇവിടെ നിന്നും വീട്ടു ജോലിയും ചെയ്തിങ്ങനെ ഇരിക്കുന്നു. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മോളെ, പക്ഷെ ഇപ്പൊ ഇനി എനിക്ക് എന്ത് ജോലി കിട്ടാനാ? അതും ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്ത് ജോലിയാ ഉള്ളത്? നിനക്കെന്തെങ്കിലും ജോലിയെ പറ്റി ഐഡിയ ഉണ്ടോ? അങ്ങനെയെങ്കിലും എനിക്ക് പറഞ്ഞതാ, ഞാനത് ചെയ്യാം. മമ്മിക്ക് കുറച്ച് ഏജ് ഓവറാണ്. ഒരു കണക്കിന് മമ്മിക്ക് ഇവിടുത്തെ വീട്ടു ജോലികൾ തന്നെയാ നല്ലത്. ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റിയ ജോലി അത് തന്നെയാണ് വീട്ടു ജോലി. ഇവിടെയൊക്കെ തൂത്തു വാരുക, പാത്രം കഴുകുക, മുറ്റം അടിച്ചു വാരുക, അങ്ങനെ എന്തോരം ജോലികളുണ്ട്. നിർത്തടി അവളുടെ ഇളി. വല്ല കാര്യമായി പോയി അവളുടെ 32 പല്ലും കാട്ടിയുള്ള ഇളി. നോക്കിക്കോ, എന്തെങ്കിലും ഒരു ജോലി ഞാൻ ചെയ്യാതിരിക്കില്ല. മമ്മിയൊക്കെ ഇപ്പൊ തള്ള വൈബിലാണുള്ളത്. വൈബൊക്കെ മാറ്റി മമ്മി. മമ്മിയുടെ കോലം കണ്ടാൽ തന്നെ ആരാ മമ്മിക്ക് ഒരു ജോലി തരിക? അതൊക്കെ അപ്പത്തെ സുമയാണ്ടി, എന്താ ഒരു ലുക്ക്. ഡി പേക്രാച്ചി, നിന്നോടാ നിർത്താൻ പറഞ്ഞത്. അധികം മുന്നേ നിളിക്കാൻ നിന്നാലേ നിന്റെ 32 പല്ല് ഞാൻ കൊയിച്ചിടും. പോടി അവിടുന്ന്. നീ നിളിക്കാണ്ട് കയറി പോടി അകത്തേക്ക്. എന്റെ അമ്മോ, ഈ മമ്മിക്ക് ഇതെന്ത് പറ്റി? രാവിലെ തന്നെ നല്ല ചൂടിലാണുള്ളത്. എന്തായാലും ഇവിടെ നിന്ന് സ്ഥലം വിട്ടേക്കാം, അല്ലെങ്കിൽ പണി പാളും. നോക്കിക്കോ, എന്തായാലും ഞാനൊരു ജോലി സംഘടിപ്പിക്കും. ആരുടെങ്കിലും കയ്യും കാലും പിടിച്ചിട്ട് വേണ്ടിയില്ല, ഒരു ജോലി എന്തായാലും എനിക്ക് വേണം. അതാണ് ഇനി എൻ്റെ ലക്ഷ്യം. അതിനിപ്പോൾ എന്താ ചെയ്യാ? ഒരു ഐഡിയ ഉണ്ട്, അതുപോലെ ചെയ്യാം. ഒരു ജോലി കിട്ടിയിട്ട് വേണം ഇതിങ്ങളുടെയൊക്കെ മുന്നിൽ തലനിവർന്നൊന്ന് നിൽക്കാൻ. തള്ള വൈബാണ് പോലും, തള്ള വൈബ്. കാണിച്ചു തരാം ഞാൻ തള്ള വൈബ് എന്താണെന്ന്. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇന്ന് എന്തുണ്ടാക്കും എന്ന് ചിന്തിച്ച് മനുഷ്യന്റെ തല പെരുകി. നാശം, ഇവിടെ ആണെങ്കിൽ ഒരു കുന്തവും ഉണ്ടാവില്ല. അതെങ്ങനെയാ? 3-4 ഉണ്ട് ഇവിടെ. ഓരോരുത്തർക്കും ഓരോ ഐറ്റം. ഒരാൾക്ക് ഇഡ്ഡലി, ഒരാൾക്ക് ദോശ, ഒരാൾക്ക് അട.
ഇതൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി എനിക്ക് മടുത്തു. എന്റെ ദൈവമേ, ഇന്ന് എന്തുണ്ടാക്കും ഞാൻ? ഒരൊറ്റ ഒന്നിനും പുട്ട് പറ്റില്ല. പുട്ടാണെങ്കിൽ വേഗം പണി കഴിയുമായിരുന്നു. അമ്മ, ഞാൻ വന്നേ. കൊച്ചു തമ്പുരാട്ടി എഴുന്നല്ലോ. ഇന്ന് എന്താണ് കഴിക്കാനുള്ളത് അമ്മ? തമ്പുരാട്ടിമാർക്കേ, ഞാൻ രാവിലെ തന്നെ കഴിക്കാൻ നല്ല നൂഡിൽസും ചിക്കൻ ബിരിയാണിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അമ്മ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പുട്ടായിരിക്കും. അല്ലാതെ ഇവിടെ വേറൊന്നും ഉണ്ടാക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സത്യം പറ, ഇന്നിവിടെ പുട്ടല്ലേ അമ്മ? പുട്ടോ? ഹേയ്, പുട്ടുണ്ടാക്കാൻ ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഇന്ന് ഞാൻ നല്ല പത്തിരി ചുടാനാണ് ഉദ്ദേശിച്ചത്. പത്തിരിയോ? അതൊക്കെ എന്റെ പൊന്നമ്മക്ക് ഉണ്ടാക്കാൻ അറിയാമോ? അതൊക്കെ കഴിക്കണമെങ്കിലേ സൈനിത്താന്റെ അടുത്തും കദീസുമ്മാന്റെ അടുത്തും പോണം. അതൊന്നുമല്ല, എനിക്ക് പറയാം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കുന്നത് അറിയാമെന്ന് പറയല്ലാതെ അമ്മ ഇന്ന് വരെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. എനിക്ക് കുറ്റം കേട്ടവളെ, അങ്ങനെയെല്ലാം നീ കാണാറുണ്ടോ? ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ നീ കാണാറുണ്ടോ? നിന്റെ പറച്ചിൽ കേട്ടാത്തൊന്നും ഫുൾ ടൈം നീ അടുക്കളയിലാണെന്ന്. അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? ഞാൻ എന്താ അമ്മയെ സഹായിക്കാറില്ലേ? പിന്നെ സഹായിക്കാറുണ്ട്. സഹായിക്കുന്ന ഒരു പൂമോളെ കണ്ടാലും മതി. എനിക്ക് 2 പെൺമക്കളുണ്ട്. പറഞ്ഞിട്ടെന്താ, രണ്ടിനെയും അടുക്കളയുടെ ഭാഗത്തേക്ക് കാണില്ല. എന്നിട്ട് അവൻ സഹായിക്കാറുണ്ട് പോലും. അതല്ല, നീ എന്താ ഈ കൊലത്തിൽ? നീ എന്താ വല്ല ഡാൻസ് ക്ലാസ്സിന് പോവുകയാണോ ഇങ്ങനെ ഓർണമെന്റ്സ് ഒക്കെ അണിഞ്ഞിട്ട്? അതോ, ഇതൊക്കെ അമ്മയുടേതാണ്. എന്റേതാണെന്ന് നീ പറയണ്ടല്ലോ, അത് എനിക്കറിയാമല്ലോ. അല്ല, എന്താ മോളുടെ ഉദ്ദേശം? ഇതൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടേക്കാ? എന്റെ അമ്മ, ഇതൊന്നും ഇട്ടിട്ട് ഞാൻ എവിടേക്കും ഒളിച്ചോടാൻ പോകുന്നില്ല. എന്ത്, ഒളിച്ചോടാൻ പോവുകയാണെന്നോ? അയ്യോ, ദേ മനുഷ്യ, നിങ്ങളിത് കേൾക്കുന്നില്ലേ? നമ്മുടെ മോൾ ഒളിച്ചോടാൻ പോവുകയാണെന്ന്. അമ്മ, എന്ത് വിട്ടിത്തമാണ് ഈ പറയുന്നത്? മിണ്ടാതിരിടി കുരുത്തം കേട്ട കുരിപ്പേ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. സത്യം പറയടി, ആരാണവനെന്ന്? നീ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. ആരാണെന്ന് ഒന്ന് വേഗം പറയാനാണ് നിന്നോട് പറഞ്ഞത്. അമ്മ ആരുടെ കാര്യമേ പറയണത്? നീ ഇപ്പോൾ ആരുടെ കൂടെ ഒളിച്ചോടാൻ പോവുകയാണെന്ന് പറഞ്ഞില്ലേ, അതാരാണെന്ന്? അമ്മ ഒന്ന് മിണ്ടാതിരി, ഞാൻ അതല്ല പറഞ്ഞത്. എനിക്കൊക്കെ മനസ്സിലായി. സത്യം പറയടി, സത്യം പറയാൻ. മുട്ടേനെ വീണിട്ടില്ല, അപ്പോഴേക്കും അവൾക്ക് ഒളിച്ചോടണം പോലും. അമ്മ നുള്ളാതെ, എനിക്ക് വേദനയാകുന്നു. എടി, വേദനയാവാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാൻ നിന്നെ നുള്ളിയത്. അമ്മ എന്തൊക്കെയാ പറയണത്? അമ്മ എന്തിനാ ഇപ്പൊ എന്നെ വേദനയാക്കിയത്? അവളുടെ ഒരു സിന്ദൂരവും സാരിയും. ഏത് കിഴങ്ങനെയാണ് നീ പ്രേമിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ അന്ന കാലത്ത് നിന്റെ അച്ഛൻ തന്നെയാണല്ലോ പണി. റോഡിൽ കൂടെ പോകുന്ന ഒരു പെമ്പിളേരെ വെറുതെ വിടില്ലായിരുന്നു. ഷോ, ഈ അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു. ദേ അമ്മേ, കുറെ സമയമായി ഞാൻ ക്ഷമിക്കുന്നു. അമ്മ എന്തൊക്കെയായി പറയണത്? ഞാൻ ആരുടെ കൂടെ ഒളിച്ചോടുന്ന കാര്യമായി പറയണത്? എടി കുരിപ്പേ, നീ അല്ലേ ഇപ്പൊ പറഞ്ഞത് ഈ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഒളിച്ചോടുകയാണെന്ന്? ഞാൻ ഒളിച്ചോടുന്നില്ല എന്നാ പറഞ്ഞത്. അമ്മയുടെ ചെവി ആദ്യം പോയി പൂളിയിട്ട് തിരുമ്മ്. ചെവിയും കേൾക്കില്ല, കണ്ണും കാണില്ല. അയ്യോ, ഇതെന്തൊരു വഴക്കാണ് ഇവിടെ. എടി സുമേ, എന്താ ഇവിടെ പ്രശ്നം? നിങ്ങളുടെ വഴക്കങ്ങ് റോഡ് വരെ കേൾക്കാലോ. എന്റെ നീരു, നീ ഇത് കേട്ടോ? എന്ത് കേട്ടോന്ന്? അമ്മ ഇങ്ങോട്ട് മാറി നിൽക്ക്. ഞാൻ പറഞ്ഞെടുക്കാം നീലമ്മക്ക് എന്താ സംഭവിച്ചതെന്ന്. എന്താ മോളെ, എന്താ ഇവിടെ പ്രശ്നം? എന്റെ നീലമ്മ ഇത് കേക്ക്. രാവിലെ എഴുന്നേറ്റ് അമ്മയുടെ റൂമിൽ ചെന്ന് നോക്കുമ്പോ അമ്മയുടെ ഷെൽഫൊക്കെ തുറന്നിരിക്കുന്നു. ഞാൻ നോക്കുമ്പോ അതിൽ അമ്മയുടെ പഴയ സാരിയും ഓർണമെന്റ്സും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പൊ വെറുതെ ഒരു രസത്തിന് വേണ്ടി ഞാൻ ഇതൊക്കെ എടുത്തു കൊടുത്തതാ. ഉടുത്തു കഴിഞ്ഞപ്പോൾ അത് അമ്മക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നു. ഞാൻ നോക്കുമ്പോ അമ്മ ഇവിടെ പുട്ടുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പില്ല. പുട്ടാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? അമ്മ ഒന്നും പറയണ്ട, പുട്ടല്ലാതെ ഇവിടെ ഒന്നും ഉണ്ടാക്കില്ലെന്ന് എനിക്കറിയാം. എന്നെ കണ്ടതും അമ്മ പുട്ടല്ല ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് എന്നോട് തർക്കിച്ചു. അതിന്റെ ദേഷ്യമാ അമ്മ കാണിച്ചതൊക്കെ. ഞാൻ ഈ ഡ്രസ്സും ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ആരുടെയോ കൂടെ ഒളിച്ചോടുകയാണെന്ന് അമ്മ പറയണത്. ശരിയാണോ സുമേ മോള് പറയണത്? എന്റെ നീല ഇവൾ എന്നോട് പറഞ്ഞതാ ആരുടെയോ കൂടെ ഒളിച്ചോടുകയാണെന്ന്. അയ്യോ നീലമ്മ, ഈ അമ്മ പറയണ നുണയാ. ഞാൻ ആരുടെയും കൂടെ ഒളിച്ചോടുന്നില്ല എന്നാ പറഞ്ഞത്. എന്റെ സുമേ, ഇതൊക്കെ നീ ഇത്ര വിഷയാക്കണോ? മോള് വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതായിരിക്കില്ലേ അതൊക്കെ? രാവിലെ തന്നെ വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കിക്കോളും. ദാ, നീ ഇതങ്ങ് വാങ്ങി വെക്ക്. എന്താ നീലത്? ഇത് ഇച്ചിരി ഉപ്പുമാവാണ്. ഉപ്പുമാവോ? ഉപ്പുമാവെങ്കിൽ ഉപ്പുമാവ്. അമ്മയുടെ പുട്ട് തിന്നണ്ടല്ലേ ഇന്ന്? അമ്മയുടെ പുട്ടിനേക്കാൾ എത്രയോ ഭേദാ നീലുമ്മയുടെ ഉപ്പുമാവ്. പെണ്ണെ, വെറുതെ വീണ്ടും ചൊറിയണ്ട കേട്ടോ. ഇനി താ നീലുമ്മ അത്. ഇതാ പെണ്ണെ, പിടിച്ചോ. അതൊക്കെ പോട്ടെ, കുഞ്ഞാവ് എവിടെ? അവൾ ഇതുവരെ ഉറക്കപ്പായിന്ന് തന്നെ എഴുന്നേറ്റിട്ടുണ്ടാവില്ല. എന്തായാലും നീലുമ്മ വന്നോണ്ട് അമ്മയുടെ തെറ്റിദ്ധാരണയെ മാറി എനിക്ക് ഉപ്പുമാവും കിട്ടി.
അല്ല, ഞാനിവിടെ തിരുവാതിര കളിക്കുകയാ. ചേച്ചിയുടെ ഒരു തമാശ. നീ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചത്? വെറുതെ. ഹായ്, മേക്കപ്പ് ബോക്സും ലിപ്സ്റ്റിക്കുമോ? ഇതേതാ ഈ ലിപ്സ്റ്റിക്ക്? ഇത് പുതിയ ലിപ്സ്റ്റിക് ആണോ? ദേ, അവിടെ വെക്കട്ടെ എന്റെ ലിപ്സ്റ്റിക്ക്. ഇതേതാ ചേച്ചി? നല്ല റെഡ് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്ക്. ഇത് എനിക്ക് നന്നായിട്ട് ചേരും. തന്നെ എന്റെ പൊന്നുമോൾക്ക് നന്നായിട്ട് ചേരുമോ അത്? എനിക്ക് ചേരുമല്ല ചേച്ചി ഇത്. എങ്കിലേ മോളത് കിട്ടിയ സ്ഥലത്ത് കിട്ടിയ പോലെ തന്നെ തിരിച്ചു വെച്ചേക്ക്. എന്റെ ഒരു സാധനത്തെ ഇനി നീ തൊട്ടുപോകരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. ചേച്ചി! എന്തോന്ന് ചേച്ചിന്ന്? ഇത് എവിടുന്ന് വന്നു ഇപ്പൊ ഒരു ചേച്ചിയും ചേച്ചിയും ഒക്കെ? കുറച്ചു മുന്നേ നീയല്ലേ നിന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തത്. അപ്പോൾ ഈ ചേച്ചി വിളിയൊന്നും കേട്ടില്ലല്ലോ. ഒരത് പിന്നെയുമില്ല. വേഗം കിട്ടിയ സ്ഥലത്ത് തന്നെ അത് വെച്ചോ. അവളെന്റെ ലിപ്സ്റ്റിക് എടുക്കാൻ വന്നിരിക്കുന്നു. ഇനി നോക്കിക്കോ നീ. ലിപ്സ്റ്റിക് മാത്രമല്ല, എന്റെ ഒരു മുട്ട് സൂചി പോലും നിനക്ക് ഞാൻ തരില്ല. എന്തൊക്കെയായിരുന്നു അവളുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ചുള്ള ഷൈനിക്കൽ. എടി, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ നിന്റെ ഷൈനിക്കലൊക്കെ കഴിഞ്ഞിട്ട് നീ തിരിച്ച് വീട്ടിലേക്ക് തന്നെയാ വരാൻ പോകുന്നതെന്ന്. ചേച്ചി, അങ്ങനെയൊന്നും പറയാതെ. അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ അവരുടെ മുന്നിൽ വെച്ച് ഷൈനിച്ചതൊന്നുമല്ല. അല്ലാതെ പിന്നെ നീ എന്തോ ചെയ്തതാ? ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നീ അന്നേരം അനുസരിച്ചോ? അതിന് ചേച്ചി എന്നോട് ഗ്രൗണ്ടിൽ നിന്ന് ഇവിടത്തേക്ക് വരാനല്ലേ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ വിളിച്ചപ്പോൾ അപ്പൊ നീ വന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പം വരുന്നത്? ഇനി നീ വരികയോ വരാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്തോ, അതിലൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ എന്റെ ലിപ്സ്റ്റിക് അങ്ങാ നീ കൈകൊണ്ട് തൊട്ടാൽ അത് മര്യാദയ്ക്ക് കിട്ടിയ സ്ഥലത്ത് തന്നെ തിരിച്ചു വെച്ചോ. അതെ, ഞാൻ ഇന്നലെ പുതിയ വാങ്ങിച്ച ലിപ്സ്റ്റിക്കാ. മേമയുടെ മോളുടെ കല്യാണത്തിന് പോകുമ്പോൾ എനിക്കിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഞാനത്. ചേച്ചി, മേമയുടെ മോളുടെ കല്യാണം എനിക്കുമില്ലേ? അപ്പോൾ എനിക്കും ഇടണ്ട ലിപ്സ്റ്റിക്. അല്ലെങ്കിൽ തന്നെ എപ്പോഴും ചേച്ചി മാത്രം ഇങ്ങനെ സുന്ദരിയായി നടന്നാൽ മതിയോ? എനിക്ക് സുന്ദരിയാവണ്ടേ? മുട്ടേന്ന് വീണിട്ടില്ല, അവൾക്ക് ലിപ്സ്റ്റിക് വേണം പോലെ ലിപ്സ്റ്റിക്. ശരി, എങ്കിൽ എനിക്ക് ഈ ലിപ്സ്റ്റിക് വേണ്ട. ഇത് ചേച്ചി തന്നെ എടുത്തോ. അങ്ങനെ മര്യാദയ്ക്ക് വാ. പകരം എനിക്ക് ഈ മേക്കപ്പ് ബോക്സ് മതി. ഹായ്, എന്തൊരു നല്ല മേക്കപ്പ് സെറ്റ് ഇത്. ഇതിൽ എന്തോരം കളർ ഐഷാഡോസ് ഒക്കെ ഉള്ളത്. നോക്ക് ചേച്ചി, ഞാൻ മേമയുടെ മോളുടെ കല്യാണത്തിനുള്ള ഡ്രസ്സിന്റെ കളർ ഐഷാഡോ ഉണ്ടല്ലോ ഇതില്. അത് മാത്രമല്ല റോസ് പൗഡറും കോമ്പാക്റ്റും ഒക്കെ ഉണ്ട്. എനിക്കിത് മതി. തന്നെ മതിയോ? മോക്കിത് മതിയോ? ഇത് മതി ചേച്ചി. നിന്നോടല്ലേ ഞാൻ മലയാളത്തിൽ പറഞ്ഞത് എന്റെ ഒരു സാധനം തരില്ല എന്ന്? ഒരു മുട്ട സൂചി പോലും നിനക്ക് ഞാൻ തരില്ല എന്ന് മര്യാദ അവിടെ വെക്കാനാ പറഞ്ഞത്. വച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ ഈ റൂമിൽ നിന്ന് തന്നെ പുറത്താക്കും. പിന്നെ ഇത് ചേച്ചിയുടെ മാത്രം റൂമൊന്നുമല്ലല്ലോ, ഇത് എന്റെയും കൂടെ റൂമല്ലേ. അപ്പോൾ ഇതിലുള്ള സാധനം മുഴുവൻ എന്റെയും കൂടിയാണ്, അല്ലാതെ ചേച്ചിയുടെ മാത്രമല്ല. ആഹാ, എന്റെ സാധനത്തെ തൊട്ട് കളിച്ചിട്ട് എന്നോട് തർക്കിക്കുന്നോ? ഇങ്ങോട്ട് തരാനാ പറഞ്ഞത്. മോങ്ങിക്കോ, പശു മോങ്ങണത് പോലെ മോങ്ങിക്കോ നീ. എന്നാലും എന്റെ ഈ സാധനം ഞാൻ തരില്ല. കള്ളക്കരച്ചലം കൊണ്ട് വന്നിരിക്കുന്നു അവൾ. വേഗം ചെല്ല് പൊന്നുമോള്. അമ്മ അത് അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്നു. അവിടെ പോയി വേഗം പോയി പറഞ്ഞു കൊടുത്തോ. എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ എന്റെ മേക്കപ്പ് സാധനം ഒന്നു പോലും നിനക്ക് തരില്ല. മമ്മി, ഈ മീൻ ഇവിടെ വെക്കട്ടെ. മോളെ, നീ അത് അവിടെ വെച്ചോ. എന്നിട്ട് പോയിട്ട് നീ നിന്റെ ചേച്ചി വിളിച്ചിട്ട് വാ. മമ്മിക്ക് കിച്ചണിൽ പിടിപ്പത് പണിയുണ്ട്. അവിടെ ഈ മീൻ ഒന്ന് വൃത്തിയാക്കി തരാൻ പറ. ശരി മമ്മി. തമ്പുരാട്ടി മെത്തേൽ കിടന്ന ഫോണ് കാണുകയാണല്ലേ. ഇപ്പൊ ശരിയാക്കി തരടി നിന്റെ സുഖിച്ചുള്ള കിടത്തം. നിനക്ക് മമ്മി അടുക്കളയിൽ പിടിപ്പത് പണി വെച്ചിട്ടുണ്ട്. പണിയുണ്ടെന്ന് പറഞ്ഞാൽ ഇവൾ അടുക്കളയിലേക്ക് പോകില്ല. പിന്നെ എന്താണൊരു വഴി? എന്തോന്ന് പറയും? എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കാം. ചേച്ചി, എന്താ ചേച്ചി ഫോണ് കാണുകയാണോ? അതെ, ഞാനേ ഫണ്ണി ടൂൺസ് കാർട്ടൂണിന്റെ പുതിയ എപ്പിസോഡ് വന്നിട്ടുണ്ട്, അത് കാണുകയാ. എന്ത് രസാണെന്നോ ഇവരുടെ കാർട്ടൂൺ കാണാൻ.
കാർട്ടൂൺ കണ്ടു കുത്തിരിക്കാൻ കൊച്ചു കുട്ടിയാണെന്നാ വിചാരം. വളർന്ന് വലിയ പോത്ത് പോലെ എന്നിട്ട് കാർട്ടൂൺ കണ്ട ഇരുത്തം. ഇപ്പൊ കാണിച്ചു തരാടി നിന്റെ കാർട്ടൂൺ കാണല്. ചേച്ചി ചേച്ചിയെ മമ്മി വിളിക്കുന്നുണ്ട്. മമ്മി വിളിക്കുന്നുണ്ടെന്നോ? എന്തിന്? ആ എന്തിനാ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. എങ്കിലൊരു കാര്യം ചെയ്യ്, നീ ചെന്ന് നോക്ക് എന്തിനാ മമ്മി വിളിക്കുന്നതെന്ന്. അയ്യോ ഞാനെന്തിനാ ചെന്ന് നോക്കുന്നത്? ചേച്ചിയാ മമ്മി വിളിക്കുന്നത്. അതെന്തെങ്കിലും പണി തരാനായിരിക്കും. എന്താണെങ്കിലും നീ ചെന്ന് നോക്കിയിട്ട് വാ. ഞാൻ ഈ കാർട്ടൂൺ ഒന്ന് കണ്ടു കഴിക്കട്ടെ. പിന്നെ ചേച്ചിയുടെ പാർസൽ കേട്ടാത്തൊന്നും ചേച്ചിക്ക് നാളെ ഈ കാർട്ടൂണിന്റെ എക്സാം ആണെന്ന്. ഫണ്ണി ടൂൺസിന്റെ കാർട്ടൂൺ അല്ലേ, അത് അവിടെ തന്നെ ഉണ്ടാകും. അത് പിന്നെയും കാണാലോ. ചേച്ചിയെ മമ്മി വിളിക്കുന്നുണ്ട്. ഇനി വല്ലതും കഴിക്കാനായിരിക്കുമോ വിളിക്കുന്നത്? അടുക്കളയിൽ ചെന്നാൽ എന്തെങ്കിലും പണി ഉണ്ടാകും. എനിക്കൊന്നും വയ്യ പണിയെടുക്കാൻ. ചേച്ചി എന്താ പെറുപിറുക്കണത്? ഹേയ് ഒന്നുമില്ല. എന്റെ പൊന്നു മോളിലെ മോൾ ഒന്ന് ചെന്ന് നോക്കുമ്പോ മമ്മി എന്തിനാ വിളിക്കുന്നതെന്ന്. എന്റെ ചേച്ചി വിളിക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി നോക്കിയിട്ടെന്താ? അതില്ലേ മോളെ, ചേച്ചിക്ക് വല്ലാത്തൊരു കാല് വേദന. അതുകൊണ്ടാ ചേച്ചി ഇവിടെ ഇരിക്കുന്നത്. എന്തെങ്കിലും ചെറിയ ചെറിയ പണിയാണെങ്കിൽ അത് മോള് പോയി ചെയ്തു കൊടുക്ക്. പാവം, നമ്മുടെ മമ്മിക്കൊരു സഹായമാവുകയുമില്ലേ. നമ്മുടെ കേമി, പണി മുഴുവൻ എന്റെ തലയിലിടാനാണല്ലേ പരിപാടി. ഇപ്പൊ കാണിച്ചു തരാം. അതില്ലേ ചേച്ചി, മമ്മി വിളിച്ചപ്പോ ഞാൻ കിച്ചണിൽ ചെന്ന് നോക്കിയതാണ്. അപ്പൊ മമ്മി എനിക്ക് ഫ്രിഡ്ജിൽ നിന്നൊരു പാൽപ്പേട എടുത്തു തന്നു. ചിലപ്പോ ചേച്ചിക്കും അത് തരാനായിരിക്കും മമ്മി വിളിക്കുന്നത്. പാൽപ്പേടയോ? അതിനിവിടെ പാൽപ്പേട ഇല്ലല്ലോ. ഉണ്ട്, ചേച്ചി കാണാതെ മമ്മി അതെടുത്ത് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചതാ. പിന്നെ എന്തോ മമ്മി പറയണത് കേട്ടു, എന്തോ ഒരു ഫിഷ് കട്ട് എന്നൊക്കെ. ഫിഷ് കട്ടോ? അതെന്തോന്ന് സാധനം? അതൊന്നും എനിക്കറിയില്ല. ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ ഇഷ്ടംപോലെ സാധനമില്ലേ, അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി സാധനമായിരിക്കും. നമ്മൾ ഇതുവരെ അതൊന്നും കഴിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി മമ്മി വാങ്ങിച്ചതായിരിക്കും. ശരിയായിരിക്കും. മമ്മി ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയില്ലേ, അപ്പൊ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാകും. എന്തായാലും ഞാനൊന്ന് ചെന്ന് നോക്കിയിട്ട് വരാം. എങ്കിൽ വേഗം ചെല്ലി. പിന്നെ നീ ഫോൺ എടുക്കണ്ട, ഞാൻ വന്നിട്ട് ബാക്കി കണ്ടോളാം. ഹേയ് ഞാൻ ഫോൺ എടുക്കത്തേ ഇല്ല. ചേച്ചി പോയിക്കോ. എന്തോ ഈ ഫിഷ് കട്ട് എന്ന് ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം. എന്താണെങ്കിലും എരിയുന്നത് മതിയായിരുന്നു. ഈ മധുരം കഴിച്ച് കഴിച്ച് മടുത്തു. എടി മണ്ടി, ഫിഷ് കട്ട് എന്ന് വെച്ചാൽ നിന്നെ മീൻ മുറിക്കാനാണ് മമ്മി വിളിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് പെട്ടിന്റെ പണി കിട്ടും. ഇതെന്താ മമ്മിയുടെ മുഖം കടന്നൽ കുത്തിയത് പോലെ ഇരിക്കുന്നത്? എന്തോ ഒരു കട്ട കലിപ്പുണ്ടല്ലോ. മമ്മി മീൻ മുറിക്കുകയാണോ? അല്ലടി അല്ല, ഞാനിവിടെ തിരുവാതിര കളിക്കാം. എന്താ മീൻ കൊടുന്നോ? ഈ മമ്മിയുടെ ഒരു തമാശ. പിങ്കി മോൾ പറഞ്ഞല്ലോ മമ്മി എന്തിനാ എന്നെ വിളിച്ചെന്ന്. പറഞ്ഞായിരുന്നോ? എത്ര സമയമായിടി നിന്നെ വിളിക്കാൻ ഞാൻ അവളെ അയച്ചിട്ട്. നീ ഇതുവരെ എവിടെയായിരുന്നു? അത് പിന്നെ മമ്മി, ഞാൻ റൂമിലുണ്ടായിരുന്നു. മമ്മി എന്തിനാ എന്നെ വിളിച്ചത്? എന്തോ കഴിക്കാൻ വിളിച്ചതാണെന്നല്ലോ അവള് പറഞ്ഞത്. മമ്മി എന്തോ പുതിയ സാധനം വാങ്ങിച്ചിട്ടുണ്ടെന്നോ? എന്താ അതിന്റെ പേര് പറഞ്ഞ? ഫിഷ് കട്ടോ? അങ്ങനെ എന്തോ ഒരു സാധനം. അതെവിടെ? കഴിക്കാൻ വിളിച്ചതാണ് പോലും. അതും ഫിഷ് കട്ട്, മണ്ണാൻ കട്ടിയാ. എത്ര സമയമായിരുന്നോ ഈ മീൻ മുറിക്കാൻ വേണ്ടിട്ട് നിന്നെയും കാത്ത് ഞാൻ നിൽക്കുന്നു? സമയം എന്തോരമായെന്ന വിചാരം? ഉച്ചക്കേക്കുള്ള ചോറും കറിയും ഒന്നും ആയിട്ടില്ല. ഒരു പണിക്ക് വിളിച്ചാൽ നിന്നെ ഈ അടുക്കളയുടെ ഭാഗത്തോട്ട് കാണില്ല. അത് പിന്നെ മമ്മി, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു, അതാണ്. അല്ലേ മമ്മി, ഞാൻ നോക്കുമ്പോ അവൾ അകത്ത് നിന്നേ കാർട്ടൂൺ കാണുകയായിരുന്നു. ഓഹോ, അപ്പൊ നീ എനിക്കിട്ട് പാര വെച്ചതാണല്ലടി. നിനക്ക് ഞാൻ കാണിച്ചു തരാം അവളുടെ ഒരു ഫിഷ് കട്ടർ. അല്ലേ പൊന്നുമോളോട് അങ്ങനെ പറയത്തില്ലേ, മെത്തയിൽ നീ ഇറങ്ങില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഇനി മമ്മി മീൻ മുറിക്കാൻ തുടങ്ങിയില്ലേ, ഇനി എന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ പോകട്ടെ. വേഗം ചെല്ലു മോള്. ശരി. ലച്ചു, അവിടെ നിൽക്കടി, അവിടെ നിൽക്കാൻ. എന്താ മമ്മി? എന്തെങ്കിലും പറഞ്ഞ് കിട്ടാൻ കാത്തോളും. അവൾ കിടക്കയിൽ പോയി ഉരുണ്ട് കളിക്കാൻ. ഞാൻ ടേബിൾ മേൽ ഇഷ്ടം പോലെ പച്ചക്കറി കാണുന്നില്ലേ, അത് മുഴുവൻ അരി. പച്ചക്കറികളോ? ഇതാരാമ്മ ഈ പച്ചക്കറികളൊക്കെ ഇവിടെ തിന്നുന്നത്? പശു അല്ലാണ്ട് ആരാ? പശുവോ? പിന്നെ നിന്നോടൊക്കെ എന്താ പറയേണ്ടത്? 3 നേരം മൂക്ക് മുട്ട കഴിക്കുന്നില്ലേ, അത് ഇതൊക്കെ തന്നെയാണ്. കിട്ടണം. മര്യാദയ്ക്ക് വേഗം ആ പച്ചക്കറി മുഴുവൻ അരിഞ്ഞോ, അല്ലെങ്കിൽ ഈ മീൻ വെള്ളം എടുത്ത് നിന്റെ തലയിൽ കൂടെ ഞാൻ ഒഴിക്കും. പണി പാലും വെള്ളത്തിൽ കിട്ടിയല്ലോ. നിനക്ക് ഞാൻ കാണിച്ചു തരാടി കുരിപ്പേ. എന്താ കൊച്ചേ നോക്കിക്കൊണ്ട് വരുന്നത്? രാവിലെ തന്നെ തുടങ്ങിയോ? നീ ആരുടെ കാര്യമായി പറയണത്? കുരുത്തം കെട്ടവളെ, മൂത്തവളെയാണടി അവളെ ഇവിടെ എന്നൊക്കെ വിളിക്കണത്. അവളെ നിന്റെ എത്ര വയസ്സിന് മൂത്തതാണ്? നിന്നോടാണടി അവളെ കാര്യം അങ്ങനെയൊക്കെ വിളിക്കാൻ പറഞ്ഞത്?
വെച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. മമ്മി അവള് പറയുന്നതല്ലേ വിശ്വസിക്കത്തുള്ളൂ. എന്നോട് ഇവിടെ ആർക്കും സ്നേഹമില്ലല്ലോ, അതെനിക്കറിയാം. ഞാനൊരു പാവം കുട്ടിയായിട്ടല്ലേ എന്നോട് ആർക്കും സ്നേഹമില്ലാത്തത്. അയ്യോ മമ്മി, അവൾ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ്. കള്ളമാണെന്നോ? ഞാനെന്താ കള്ളം പറഞ്ഞത്? ചേച്ചി എനിക്ക് ലിപ്സ്റ്റിക് തരാത്ത കാര്യമാണ് ഞാൻ മമ്മിയോട് പറഞ്ഞത്. അതിന് നിനക്ക് ഞാൻ ലിപ്സ്റ്റിക് തരില്ലെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലെന്നോ? ചേച്ചിയല്ലേ ഇപ്പൊ റൂമിൽ എന്നോടത് പറഞ്ഞത്. ഇല്ല ഇല്ല ഇല്ല, നീ പച്ചക്കള്ളം പറയുകയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. പകരം ഞങ്ങൾ രണ്ടുപേർക്കും ലിപ്സ്റ്റിക് ഇടാമെന്ന് ഞാൻ അവളോട് പറഞ്ഞത് മമ്മി. ദേ ഈ പിങ്കിമോള് വെറുതെ നുണ പറയുകയാണ്. ദേ ചേച്ചി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ചേച്ചിയാണെന്ന് ഞാൻ നോക്കില്ല, തലക്കെട്ട് ഒരു കുത്തിയാണെങ്കിൽ വെച്ച് തരും. കുത്താൻ നീ എന്താടി പോത്തോ? പോത്തല്ല, പശു. കുറെ സമയമായി ഞാൻ ക്ഷമിക്കുന്നു. ഇങ്ങനെ നുണ പറയട്ടോ ചേച്ചി. ഞാനെന്ത് നുണ പറഞ്ഞെന്നാ? ഞാൻ സത്യമാണ് പറയുന്നത്. സത്യമാണെന്നോ? ഞാൻ ചേച്ചിയോട് 1000 പ്രാവശ്യം ചോദിച്ചില്ലേ ആ മേക്കപ്പ് ബോക്സും ലിപ്സ്റ്റിക്കും ഞാനും കൂടെ ഉപയോഗിച്ചോട്ടെ എന്ന്? എന്നിട്ട് ചേച്ചി എന്നെ സമ്മതിച്ചോ? മേമയുടെ കല്യാണത്തിന് പോകുമ്പോൾ ഇടാൻ വാങ്ങിയതാണെന്നല്ലേ ചേച്ചി എന്നോട് പറഞ്ഞത്? അതെ അതെല്ലോ, അങ്ങനെ തന്നെയാ വാങ്ങിയത്. പക്ഷെ നിന്നോട് ഉപയോഗിക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. മമ്മി നോക്ക് മമ്മി, ദേ ചേച്ചി പച്ച കളവാണ് പറയണത്. സത്യമാ മമ്മി ഞാനീ പറയണത്. ഇവിടെ വല്ല CCTV ഉണ്ടെങ്കിൽ ഞാൻ ഈ സത്യം തെളിയിച്ചേനെ. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും കൂടെ? കുറെ സമയമായി ഞാൻ ക്ഷമിക്കുന്നു. ദേ ഈ ഗ്യാസ് മേലെ തിളച്ച വെള്ളമുണ്ട്, ആ ചേട്ടൻ രണ്ടിന്റെ 3 ഞാൻ ഒഴിച്ചു തരും. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നതിനുണ്ട് പരിധി. നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ദേ ഞാനൊരു കാര്യം മര്യാദയ്ക്ക് പറയാം. എല്ലാ സാധനവും രണ്ടുപേരും ഒരുമിച്ച് ഉപയോഗിച്ച് കൊള്ളണം. അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. അല്ലാണ്ട് നിനക്ക് അവൾക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സാധനം പോലും വാങ്ങി തരില്ല. അതൊക്കെ ഈ ചേച്ചിയോട് പറഞ്ഞു കൊടുക്കും മമ്മി. എന്നോട് എന്ത് പറയാനാ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ദേ പിങ്കിമോളെ, നിന്റെ കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് അവൾ വന്നോളും. മമ്മി ഞാനെന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാ? ഇവളാണ് പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. നിന്നൊക്കെ വയസ്സ് മൂത്തോളഞ്ഞു ഇവളെന്നൊക്കെ വിളിക്കുന്നോ? അയ്യോ മമ്മി വീട് വീട്. ദേ എന്റെ മുന്നിൽ നിന്ന് രണ്ടുപേരും ഇപ്പൊ പോയിക്കൊള്ളണം. അല്ലെങ്കിൽ ഈ അടുക്കളയിലുള്ള മുഴുവൻ പണി നിങ്ങൾ ചെയ്യേണ്ടി വരും. പറഞ്ഞില്ലാന്ന് വേണ്ട. അയ്യേ കിട്ടണം കിട്ടണം. ഇപ്പം മനസ്സിലായില്ലടി എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന്. ആ ഗ്രൗണ്ടിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തപ്പോ തൊട്ട് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നിനക്കിട്ട് ഞാൻ എന്തെങ്കിലും ഒരു പണി തരുമെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? നോക്കിക്കോടി, ഇതിനൊക്കെ ശിക്ഷ നിനക്ക് കിട്ടും കളവിങ്ങനെ പറഞ്ഞതിന്. എന്റെ പൊന്നു നോക്കിപ്പോ ചേച്ചിയുടെ വില മനസ്സിലായില്ലേ? ആദ്യം നീ എന്നെ ബഹുമാനിക്കാൻ പഠിക്കും, എന്നിട്ട് നീ ആലോചിക്കാം എന്റെ കയ്യിലുള്ള സാധനം നിനക്ക് തരണോ തരണ്ടയോ എന്ന്. ഓഹോ, അപ്പൊ അതാണല്ലേ സംഭവം. എടി ലച്ചു, എനിക്ക് അപ്പോഴേ നിന്നെ സംശയമുണ്ടായിരുന്നു. എന്തോ ഒരു കുരുത്തക്കട നിന്റെ കയ്യിലുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഒളിച്ചു നിന്നത്. ഇപ്പൊ എനിക്കൊക്കെ മനസ്സിലായി. ദേ നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറയാം, ഇവൾക്ക് നിന്റെ കയ്യിലുള്ള മുഴുവൻ സാധനങ്ങളും കൊടുത്തോളണം. അതൊക്കെ ഇനി മുതൽ ഇവളുടെ സ്വന്തം. മമ്മി എന്തോന്ന് മമ്മി മിണ്ടി പോകരുത് നീ. ഹോ എന്താ അവളുടെ ഒരു അഭിനയം.